ഹായ് ഫ്രണ്ട്സ്, LCM ആൻഡ് HCF അഥവാ ലസാഗു ആൻഡ് ഉസാഗ എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: രണ്ടു സംഖ്യകളുടെ ഉസാഹ 23, അവയുടെ ലസാഹു 1449. ഒരു സംഖ്യ 207 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? അപ്പോൾ രണ്ട് സംഖ്യയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ HCFന്റെയും LCMന്റെയും എന്തായിരിക്കും? പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോർമുലയാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? HCF × LCMന് തുല്യമായിരിക്കും. ഇവിടെ നമുക്ക് രണ്ട് സംഖ്യയിൽ ഒരു സംഖ്യ തന്നിട്ടുണ്ട്, പിന്നെ HCF തന്നിട്ടുണ്ട്, LCM തന്നിട്ടുണ്ട്. ആ രണ്ടാമത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല ഇതാണ്: രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്തിന് തുല്യമാണ്? HCF × LCMന്. അപ്പോൾ രണ്ട് സംഖ്യയിലെ ഒരു സംഖ്യ നമുക്ക് അറിയത്തില്ല, അപ്പൊ ആ അറിഞ്ഞൂടാത്ത സംഖ്യ നമുക്ക് എന്തായിട്ട് എടുക്കാം? X ആണെന്ന് എടുക്കാം. ഇൻറ്റു ഗുണനഫലമാണ്, അതുകൊണ്ടാണ് ഇൻറ്റു ഇട്ട്. രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്, 207. അപ്പൊ X × 207 ഈക്വൽ ടു HCF × LCM. ഇവിടെ HCF എന്ന് പറയുന്നത് എത്രയാണ്? 23യും LCM എന്ന് പറയുന്നത് 1449 ആണ്. അപ്പൊ 23യും 1449 തമ്മിൽ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി X കാണണം. X കാണാനായിട്ട് ഈ 207നെ നിങ്ങൾ എന്ത് ചെയ്യുക? റൈറ്റിലോട്ട് കൊണ്ടുപോകും. ഇക്വാളിറ്റിയുടെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും. മൾട്ടിപ്ലിക്കേഷൻ ഫോമിലാണ് നിൽക്കുന്നത് അല്ലേ? 207 Xുമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടുത്തെ ഓപ്പറേഷൻ. അപ്പൊ അത് അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ, ഇക്വാളിറ്റിയുടെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? അത് ഓപ്പോസിറ്റ് സൈൻ ആവും. എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡിവിഷൻ ആവും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഇൻറ്റു 207 നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ X = 23 × 1449 ഡിവൈഡഡ് ബൈ എത്രയാണ്? 207 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആവും. നോക്കിക്കേ, ഇവിടെ നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് വല്ല അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. നോക്കിക്കേ, ഇവിടെ 3 കൊണ്ട് 207നെയും 1449നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത്? രണ്ടും 3ൽ ഡിവിസിബിൾ ആണെന്ന്. ഇവിടെ തന്നിരിക്കുന്ന നമ്പറുകളുടെ ഡിജിറ്റ് എന്ത് ചെയ്ത് കൊടുക്കുക? കൂട്ടി നോക്കുക. 2 + 0 + 7 എത്ര കിട്ടും? 9 എന്ന് കിട്ടും. ആണല്ലോ. അപ്പൊ ഈ നമ്പർ ഏതിൽ ഡിവിസിബിൾ ആണ്? 3ൽ ഡിവിസിബിൾ ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ 1449 ഇതിലെ ഡിജിറ്റ് എല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കുക. 4ഉം 4ഉം കൂട്ടിയ 8 കിട്ടും. 8 + 1 9. 9 + 9 എത്ര വരും? 18 എന്ന് വരും. 18ഉം ഏതിൽ ഡിവിസിബിൾ ആണ്? 3ൽ ഡിവിസിബിൾ ആണ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? രണ്ട് നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 207നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 69 എന്ന് കിട്ടും. 1449നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 483 എന്ന് കിട്ടും. വീണ്ടും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം 6ഉം 9ഉം കൂടെ കൂട്ടിയാൽ 15 അല്ലേ? 69ലെ ഡിജിറ്റ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 + 9 15. അപ്പൊ 3ൽ ഡിവിസിബിൾ ആണ്. ഇനി 483 4 + 8 എന്ന് പറയുമ്പോൾ 12 കിട്ടും. 12 + 3 again 15 കിട്ടുന്നുണ്ട്. അപ്പൊ ഇതും 3ൽ ഡിവിസിബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ഇതിനെയും ഈ നമ്പറിനെയും എന്ത് ചെയ്യുക? രണ്ട് നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ താഴത്തെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 69 എന്നുള്ളത് 23 ആവും. 483 എന്നുള്ളത് എന്താവും? 161 എന്ന് കിട്ടും. ഇനി നോക്കിക്കേ, ഇവിടെയും 23 ഉണ്ട്, മുകളിലും 23 ഉണ്ട് അല്ലെ? അപ്പൊ രണ്ടും കട്ട് ചെയ്ത് കളയാം. സോ Xന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 161 എന്ന് കിട്ടും. സോ നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 161 ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ ക്യാൻസലേഷൻ മെത്തേഡും ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.